ജോൺ, ഈ വിഷയം തുടങ്ങുമ്പോൾ റിനി ആൻ ജോർജ് എന്ന പെൺകുട്ടി ടെലിവിഷനിൽ ഈ സംഭവം വെളിപ്പെടുത്തിയതിന്റെ പിറ്റേന്ന് തന്നെ ഒരു നിലപാടെടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാണ് ജിൻഡോ ജോൺ. ഇപ്പോൾ ഇത്രയും ദിവസമാകുമ്പോഴേക്ക് കോൺഗ്രസ് പാർട്ടി രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു. എല്ലാ നേതാക്കളും തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല എന്ന് നിലപാടെടുത്തിരിക്കുന്നു. വളരെ രൂക്ഷമായ പദപ്രയോഗങ്ങൾ നേതാക്കൾ തന്നെ നടത്തിയിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ അണികൾക്ക് എന്തുകൊണ്ടാണ് അത് ബോധ്യപ്പെടാത്തത്? ഇന്ന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചല്ലോ. ഇന്ന് രാഹുലിനെ സ്വീകരിച്ച പ്രവർത്തകരെ, സ്ഥാനാർത്ഥികൾ അടക്കമുള്ള ആളുകളുണ്ടല്ലോ, ഭാരവാഹികളെ പുറത്താക്കുവോ? കോൺഗ്രസ് എന്തെങ്കിലും നടപടിയെടുക്കുവോ? അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ രാഹുലിനെ പുറത്താക്കി കോൺഗ്രസ്, പക്ഷെ അദ്ദേഹം പുറത്താവുന്നില്ല, അദ്ദേഹം പുറത്തായിട്ടില്ല എന്ന ഫെനോമിനെ എങ്ങനെ കാണണം? കേരളത്തിലെ ഒരു പുതിയ മാസ്കുലിൻ ബിംബമായി രാഹുൽ വരികയാണ്. ഇപ്പൊ ടെലിവിഷൻ ചാനലുകളിൽ രാഹുൽ പാലക്കാട് വന്നിറങ്ങുന്ന വിഷ്വലുകൾ വരുന്നു, ചായ കുടിക്കുന്ന വിഷ്വൽ വരുന്നു. താഴെയൊക്കെ അദ്ദേഹത്തിന്റെ അനുയായികൾ ഉഫ്, ആൺകുട്ടി, പുലി, തീ എന്നൊക്കെ മെസ്സേജുകൾ പറപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയൊക്കെ അനുയായികളാണ് ഒരു വിഭാഗമെങ്കിലും അവരിൽ. അപ്പൊ എന്തുകൊണ്ടാണ് പാർട്ടി നടപടിയെടുത്തു, നേതാക്കളൊക്കെ തള്ളിപ്പറഞ്ഞു, എന്നിട്ട് നിങ്ങളുടെ അണികൾക്ക് ബോധ്യപ്പെടാത്തത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ല അഭിലാഷേ, ഇതിലൊരു വസ്തുതാപരമായി നമ്മൾ പരിശോധിച്ചാലേ ഈ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഈ സർക്കാർ തന്നെയാണ്. അത് പെട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായല്ലോ. കാര്യം എത്രയേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടി കൃത്യമായ നടപടി സ്വീകരിച്ചു, ഘട്ടം ഘട്ടമായി ഓരോ നടപടി എടുത്തു. ഇതിന്റെ ഈ പരാതിയുടെ തീവ്രതയൊന്നും അളന്നിട്ടല്ല ഞങ്ങൾ നടപടി എടുക്കുന്നത്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടപടിയെടുത്തു. അങ്ങനെ ഒരു നടപടി എടുക്കാത്തവർ ഇന്നും ഞങ്ങളെ വിമർശിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയാൻ കാരണം, ഇന്നും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ അണികൾ മാത്രമല്ലെന്നേ, പലതരത്തിലുള്ള ആളുകളുണ്ടാവും. രാഷ്ട്രീയം ഇല്ലാത്തവരും വിചാരിക്കുന്നു. കാരണം രാഹുലിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളുടെ മുമ്പിൽ ഒരു ചാമ്പ്യൻ തന്നെയായിരുന്നു രാഹുൽ. അങ്ങനെ ഒരു രാഹുൽ ഒരു കേസിൽ പ്രതിയാകുമ്പോൾ ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒന്നാമത്തെ കാര്യം. അതിന് കാരണം എന്താ? ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി പ്രതിയാക്കാൻ വേണ്ടിയിട്ട് CBIയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാ. ഉളുപ്പുണ്ടോ പിണറായി വിജയന് സ്ത്രീലമ്പടന്മാരെന്ന് മറ്റാളുകളെ വിളിക്കാനായിട്ട്? ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ട് വായിച്ചിട്ട് ഇക്കിളിപൂണ്ട് CBI അന്വേഷണത്തിന് ഉത്തരവിട്ട പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. ഇന്ന് കേരളത്തിൽ യഥാർത്ഥമായിട്ടുള്ളതോ ഇല്ലാത്തതോ ഉള്ളതോ ആയിട്ടുള്ള പരാതികൾ ആർക്കെതിരെ വന്നാലും പൊതുജനം വിശ്വസിക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം ഈ സർക്കാരിന്റെ കുൽസിത താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നതെന്ന് നാട്ടുകാർ വിശ്വസിക്കാൻ തുടങ്ങി. ആ ഗതികേടിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിച്ചതിന്റെ ഒന്നാം പ്രതി പിണറായി വിജയൻ സർക്കാരാ. ഇനി എനിക്ക് സുരേഷ് കുമാറിനോട് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് സംഘടനാപരമായിട്ടുള്ള നടപടി. രാഹുലിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു. ഉത്തരവാദിത്ത ബോധത്തോടെ ഞങ്ങൾ പറയുന്നു, നടപടിയെടുത്തു. ഒരു കാര്യം തിരിച്ചു നോക്കട്ടെ. P ശശിയുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? PK ശശിയുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു, നിയമപരമായി നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? PT കുഞ്ഞുമുഹമ്മദിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങളുടെ പാർട്ടിക്ക് തോന്നുന്നുണ്ടോ? മുകേഷിനെതിരെ സംഘടനാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗണേഷിന്റെയും ശശീന്ദ്രന്റെയും പിന്തുണ വാങ്ങി ഭരിക്കണമെന്ന് പിണറായി വിജയന് തോന്നുന്നത് ഉളുപ്പില്ലായ്മ കൊണ്ടല്ലേ? ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കൂ, ഓരോന്നായിട്ട്. ഇനി വൈശാഖൻ DYFയുടെ നേതാവല്ലേ? ഇനി നിങ്ങളുടെ പൂക്കാസയുടെ നേതാവുണ്ടല്ലോ, ഒരു ഗോകുലേന്ദ്രൻ, അയാൾക്കെതിരെ പോക്സോ കേസാണ് വന്നിരുന്നത്. സംഘടനാപരമായി എന്ത് നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്കൊക്കെ സാധിച്ചു? അപ്പൊ അങ്ങനെ നടപടിയെടുത്ത ഒരു പാർട്ടി, കേരളത്തിലെ പൊതുവെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം ആരോപണം നേരിടുമ്പോൾ ഒരു അമാന്തം ഉണ്ടാകുന്നുണ്ട്. ആ അമാന്തമില്ലാതെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷനിങ് എടുത്ത് നടപടി സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാൻ വരുന്ന നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഉന്നതന്മാരുടെ പേര് മൂടി വെച്ചിട്ട് റിപ്പോർട്ട് പുറത്തുവിട്ട നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് പറയാൻ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെ കേസെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള നടപടി സ്വീകരിച്ചു? ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെ സർക്കാരിനെ വിശ്വസിച്ച് പരാതി കൊടുക്കാൻ എന്തുകൊണ്ടാ അതിലെ അതിജീവിതമാർക്ക് പറ്റാതെ പോയത്, ഇരകൾക്ക് പറ്റാതെ പോയത്? ഈ സർക്കാരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാ. ഇങ്ങനെ ഓരോ കേസെടുത്താലും TP കേസിലെ പ്രതികളെ കോടതി ശിക്ഷിച്ചിട്ടും നിങ്ങൾ സമ്മതിച്ചു? കുഞ്ഞനന്തൻ ഒരു കുഞ്ഞു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത മഹാമനുഷ്യനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ PP ദിവ്യയെ കോടതി ജയിലിൽ പോയി സ്വീകരിച്ചത് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരല്ലേ? സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യമടക്കമുള്ള നേതാക്കന്മാരല്ലേ പിന്തുണച്ചത്? അപ്പൊ ശിക്ഷിക്കപ്പെട്ട ആളുകളായിക്കോട്ടെ, ജയിലിൽ പോയ ആളുകളായിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന പിന്തുണ ഞങ്ങൾ
കൊടുക്കുന്നില്ല സംഘടനാപരമായി. ഇനി ഏതെങ്കിലും വ്യക്തികൾ അണികളോ അനുഭാവികളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തിരിച്ചറിവ് വരാൻ വൈകുന്നതിന് കാരണം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതുപോലെയാണ് ഇതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടായിരിക്കാം. കാലം കുറച്ചെടുക്കും. കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യമുണ്ടല്ലോ, കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യമുണ്ടെന്ന് ആവർത്തിച്ച് വി ഡി സതീശൻ പറഞ്ഞതാണ്. ധാരാളം പരാതികൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്. അപ്പൊ ഉമ്മൻചാണ്ടിയെയും രാഹുൽ മാങ്കൂട്ടത്തെയും കൂട്ടിക്കെട്ടരുത്, ഉമ്മൻചാണ്ടിയെ പോലെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് നിങ്ങൾ അവകാശപ്പെടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യരുത് എന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് പറയാനും അത് അവരെ കൊണ്ട് കൺവിൻസ് ചെയ്യിക്കാനുള്ള ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിനല്ലേ ഉള്ളത്? നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാലോ. അല്ല അഭിലാഷേ, ഇതിലൊരു കാര്യമുണ്ട്. നമ്മളുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം തെരഞ്ഞെടുപ്പുകളാകുമ്പോൾ ഇത്തരം വാർത്തകൾ വരികയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. പരാതി ആർക്കും എപ്പോ വേണമെങ്കിലും കൊടുക്കാം, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, അതിനു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പരാതി ഉയർന്നു വന്നത്. ഈ സാഹചര്യം നിൽക്കുന്നതുകൊണ്ടാണ് ജനങ്ങൾ പൊതുപ്രവർത്തകരൊക്കെ വിശ്വസിക്കാൻ മടിക്കുന്നത്. അത് പിന്നീട് കോടതി വ്യവഹാരങ്ങളിലൂടെയൊക്കെ തെളിയിക്കപ്പെട്ടിട്ട്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ബോധ്യപ്പെട്ട കാര്യത്തിൽ പാർട്ടി സംഘടനാപരമായി നടപടി എടുത്തിട്ടുണ്ട്. അത് പാർട്ടി പ്രവർത്തകർക്ക് എല്ലാവർക്കും ഈ സ്വിച്ചിട്ട പോലെ അമർത്തി ബോധ്യപ്പെടുത്താൻ. ഞങ്ങൾ ഒരു കേഡർ പാർട്ടിയല്ലെന്നേ, ഞങ്ങളൊരു മാസ് പാർട്ടിയാ. ഇതൊരു വലിയ ആൾക്കൂട്ടവും വലിയ ഇതൊക്കെയല്ലേ. കേഡർ പാർട്ടിയുള്ള CPM പോലും അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട പി ശശിയെ തിരിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകനായിട്ട് ഇരുത്തി ഭരിക്കാൻ വേണ്ടിയിട്ട് ഉളുപ്പില്ലാത്ത കാലത്ത് ചോദിക്കാൻ ഒരാൾക്കും പറ്റുന്നില്ലല്ലോ. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് മുകേഷിനെതിരെ എന്തുകൊണ്ട് ബലാത്സംഗ കുറ്റത്തിൽ പോലും പ്രതിയാക്കപ്പെട്ട മുകേഷിനെതിരെ എന്തുകൊണ്ട് സംഘടനാപരമായി നടപടിയെടുത്തില്ല എന്ന് ചോദിക്കാൻ പറ്റുണ്ടോ? ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയല്ലേ, പാർലമെന്റിലേക്ക് പ്രമോഷൻ കൊടുത്തില്ലേ മത്സരിക്കാൻ വേണ്ടിയിട്ട്? മുൻ ഭാര്യയുടെ പരാതി നിൽക്കുമ്പോൾ നിയമസഭയിൽ മത്സരിക്കുന്നു, പിന്നീട് പരാതികൾ ഉയർന്നു വരുമ്പോൾ പാർലമെന്റിൽ മത്സരിക്കാൻ അവസരം കൊടുക്കുന്നു. കോൺഗ്രസ് ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. എല്ലാവരും ഒരേപോലെ അത് ശരി, ഞാൻ അതിലേക്ക് വരാം. അവിടെ